ഹലോ ഗായ്സ്, എല്ലാവർക്കും കളിക്കൂടലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോവാണ്. അതിനകത്ത് നഞ്ചേനാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ നഞ്ചേനാകുമ്പോൾ നമുക്ക് ചോദിക്കാം, ചേട്ടാ എന്ത് കളറാണ് ഇഷ്ടം? റെഡ്. അപ്പം എന്തുവാണ് റെഡിനോട് ഇങ്ങനെ കാര്യം? പറയുമ്പോൾ ദേവിയുടെ കളറ്, രക്തത്തിൻ്റെ കളറ്, ചുമന്ന കളറ്, അതൊക്കെ കേൾക്കുമ്പോൾ നോക്കി എടുക്കും. ഓക്കെ, അപ്പം നമുക്ക് വേറെ ഒരു കാര്യം. അപ്പം വീട്ടിൽ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ വലുതായോ? വലുതായിട്ട് ഇപ്പോൾ 10ാം ക്ലാസ്സിലായിട്ടുണ്ട്. പിന്നെ കൊച്ചി ഇപ്പോൾ 5ലോ. കൊച്ചിങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് കുർത്തക്കേടാണ്. അവൻ്റെ മാമൻ്റെ വീട്ടിലാണ്, കല്ലൂരിൽ. പിന്നെ കല്ലെന്തുവാ മാമൻ എന്തുവാ വണ്ടി ഒക്കെ എടുത്തെന്ന് പറഞ്ഞു. വണ്ടി ഒക്കെ ഏത് ഇപ്പോൾ ഒരു അപ്പം അപ്പോൾ ഇനി അപ്പോൾ ഒരു 10ലൊക്കെ ആയിക്കാം. 10ലൊക്കെ ആയിക്കോളാം. അപ്പം നമ്മൾക്ക് സ്കൂൾ ഇഷ്ടമാണ്. സ്കൂള് ഇഷ്ടം. അപ്പം എന്താ കാരണം സ്കൂൾ ഇഷ്ടം? ബോയ്സ് അല്ലേ അപ്പോൾ ഇവിടെ ബോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരും കളിയാക്കാനൊന്നും പറ്റില്ല. ഗേൾസ് ഉണ്ടെങ്കിൽ നമ്മൾ മൊത്തം ആ ക്ലാസ് മൊത്തം കളിയാക്കലാണ്. അതാണെങ്കിൽ ബോയ്സ് മാത്രമാണ്, കളിയാക്കലൊന്നുമില്ല. പിന്നീട് അവർക്ക് നല്ല രസമാണ്. ഞാൻ കൊണ്ടൊരു പേരെഴുതി ടീച്ചറിനെ എടുക്കുമ്പോൾ അവർക്ക് അടി കിട്ടുന്നു, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് എനിക്കിഷ്ടം. പിന്നെ ടീച്ചറൊക്കെ പറയുമ്പോൾ ആ ഒരു വെയിറ്റ് പറയും, പിന്നെ ടീച്ചർമാരെയൊക്കെ അവർ കളിയാക്കും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. പിന്നെ എന്തുവാ ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചേട്ടാ അവിടെയൊക്കെ പോയിട്ടില്ലേ? ഇടുക്കിയിലല്ലേ? എങ്ങനെയാണ് ഇവിടെ വരാനൊക്കെ കിട്ടിയത്? അതെൻ്റെ അമ്മയുടെ വീട് ഇവിടെ അല്ലേ. അപ്പം അമ്മയുടെ വീട്ടിലോട്ട് വന്നതാണ്. ഇനി ഇങ്ങോട്ട് പോയില്ല. അമ്മയുടെ വീട് എവിടെ ആയിരുന്നു? ഇവിടെ പൊക്കാവില്ല. അതിൻ്റെ അപ്പൂപ്പൻ്റെ. അപ്പൊ ഇടുക്കിയിലെ എങ്ങനെയാ അങ്ങനെ പോയത്? അവിടെ എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പാണ്. പിന്നീട് അവിടുത്തെ കളി എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ് അവിടുത്തെ ഭയങ്കര തണുപ്പല്ല. പക്ഷേ ഇതുണ്ട്, സ്യൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് പിന്നെ രാവിലെ ഇറങ്ങും. പിന്നെ അവിടെ ഈ പാറക്കല്ലൊക്കെ മണ്ടയിലോട്ട് കയറ്റി വെച്ചു. മലയാണ്. പിന്നെ ഇടിഞ്ഞ് വീഴത്തില്ലേ അവിടെ? മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ അവിടെ മണ്ണിടിച്ച് കല്ല് മാത്രം. പിന്നീട് അവിടെ ഞങ്ങളുടെ വീട് നേരെ നോക്കുകയാണെങ്കിൽ കാറ്റാടിപ്പാടം കാണാം. നല്ല രസമാണ്. അവിടെ കുറച്ചും കൂടെ പോയാൽ മൂന്നാറും. അങ്ങനെ അവിടെ എന്ന് പറയുന്നത് അവിടെ കുറേ പൂക്കളൊക്കെ ഉണ്ട്. എൻ്റെ ചേച്ചിയും ഞാനും പിന്നെ ശ്രീകുട്ടി ചേച്ചിയും പിന്നെ സഞ്ജന അങ്ങനെ വന്ന് പറയുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പം ഇവിടെ ഒരു വീട് കണ്ട് ഇവിടെ മേടിച്ചു. ഇവിടെ എന്ന് പറയുന്നത് നേരത്തെ ഞങ്ങൾ പാലുകാച്ച് നടത്തി. ഇവിടുന്ന് നേരത്തെ പോകുന്ന വീട്ടിലെന്ന് പറയുന്നത് അവിടെ കളിക്കാൻ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഞാനൊരു ദിവസം ഇവിടെ വിളക്കെത്തിക്കാൻ പൂവിന് വന്നപ്പോഴത്തേക്കും ഓമനമ്മ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര കുസൃതിയാകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ കൊച്ചുങ്ങളുണ്ടാവും. ഒരു ദിവസം ദേവനെ ഞാൻ കണ്ടു. അവിടെ കണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വേണം പിന്നേൻ്റെ അടുത്ത് ചോദിക്കാം, കളിച്ചേട്ടെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചെന്ന് ചോദിച്ചു. നീ വീടിൻ്റെ അടുത്ത് ചോദിച്ച് പറഞ്ഞ് കൊച്ചു കുട്ടികളാണെന്ന് പറഞ്ഞു. പിന്നെ ഓക്കെ, എനിക്ക് ഒരു കുഴപ്പമില്ലാന്ന് ഞാൻ കളിച്ചു. അന്ന് തൊട്ട് ഇന്ന് വരെയാണ് ഞങ്ങൾ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സായി. അത് ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാം. ഓക്കെ.